കഴിഞ്ഞ വീഡിയോ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ. അതിൻ്റെ പാർട്ട് 2 ആയിട്ടാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാ ദിവസവും നമ്മൾ വരാനിരിക്കുന്ന സ്റ്റോറീസും ഡെയിലി റിവ്യൂസൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ലൈക്കോടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ജലജയുടെ അടുത്തേക്ക് അബി ആ ഒരു കിറ്റുമായിട്ട് വരുന്നുണ്ട്. ഇനി എന്താ അമ്മയെ ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ്. ഫുൾ CCTV ഞാൻ പറഞ്ഞ പോലെ എല്ലാം ചെയ്തില്ലേ, CCTVയിൽ പെടാതെ ഇരുന്നില്ലെന്ന് ചോദിക്കുമ്പം അതൊക്കെ ഞാൻ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്, എന്തായാലും ഇതിനുള്ളിൽ അതാണെന്ന് ആരും സംശയിക്കില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഞാൻ ഇനി പറഞ്ഞു തരാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നയനയുടെ മുറിയിരുന്ന നയനയുടെ ഈ മേക്കപ്പിൻ്റെ ഒരു ഐറ്റംസ് ഉണ്ടല്ലോ, അത് അവളെടുത്തിട്ട് അവളുടെ മുറിയുടെ താഴെയായിട്ടാണ് ആ ഒരു വേസ്റ്റൊക്കെ കൂടി കിടക്കുന്നത്. അപ്പോൾ ജനൽ വഴിയിട്ട് അത് അവളെ താഴെ ആ വേസ്റ്റിന് അങ്ങോട്ടേക്ക് ഇടുന്നുണ്ട്. അമ്മ ഇനി എന്താ ചെയ്യാൻ പ്ലാന് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവളുടെ മുറിയിലേക്ക് കയറുന്നതൊക്കെ തന്നെ ഇവർ CCTVയിൽ പെടാതെ മാക്സിമം നമ്മുടെ ജലജയും അവയും കൂടി ശ്രമിച്ചിട്ട് ഇത് ചെയ്യുന്നുണ്ട്. ഞാനില്ലാത്ത സമയം നോക്കി ഞാനുടെ മുറിയിലേക്ക് കയറുകയും അവളുടെ ആവശ്യമുള്ളൊരു സാധനം താഴേക്ക് ഇടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെന്താണെന്നുള്ളത് എനിക്ക് ക്ലിയർ ആയില്ല കേട്ടോ വീഡിയോയിൽ കണ്ടപ്പോൾ. അങ്ങനെ ആ ഒരു സാധനം താഴേക്ക് ഇടുന്നുണ്ട്. കൃത്യമായിട്ട് അവിടെ തന്നെ പോയി വീഴുന്നുണ്ട് കേട്ടോ. എനിക്ക് കാണാവുന്ന രീതിക്ക് തന്നെ ഇതിന് ഇനി എങ്ങനെ നമ്മൾ തുറന്നു വിടുമെന്ന് ചോദിക്കുമ്പോഴേക്കും അതിനൊക്കെ ഐഡിയ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ജലജ ഈ ഒരു സ്വീറ്റ്സ് പാക്കറ്റൊക്കെ ആയിട്ട് താഴേക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോകുമ്പോൾ ആരും കാണാതെ പതിയെ അടുക്കള വഴി പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇവർ നേരത്തെ നോക്കി വെച്ച പ്രകാരം ആ ഒരു കൃത്യ സ്പോട്ടിലായിട്ട് മാത്രം ഈ ഒരു ക്യാമറ ഇല്ലാട്ടോ, ബാക്കി എല്ലാ സ്ഥലത്തും ക്യാമറയുണ്ട്. അപ്പോൾ ജലജ ഇത് തന്നെ അവസരം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നിട്ട് ഈ ഒരു പെട്ടി സഹിതം ആ ഒരു കവർ മാറ്റിയിട്ട് ആ ഒരു പെട്ടി സഹിതം അങ്ങോട്ട് നീട്ടി എറിയുന്നുണ്ട്. അപ്പം ജലജ അവിടെ നോക്കി നിൽക്കുകയാണ്. അതിനുള്ളിലേക്ക്, അതായത് ആ വേസ്റ്റിനുള്ളിലേക്ക് എഴഞ്ഞെഴഞ്ഞത് കയറിപ്പോകുന്നത് ജലജ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അകത്തേക്ക് കയറിപ്പോ ഇരുന്നല്ലോ, സമാധാനം ആലോചിക്കുകയാണ് ജലജ. അങ്ങനെ അവൾ ആ കവറ് കൊണ്ടുവന്ന് അവിടെ ഇട്ട് ആ വേസ്റ്റ് ബിന്നാക്കി ഇടുന്നുണ്ട്. അങ്ങനെ അവൾ അകത്തേക്ക് കയറിപ്പോയിട്ട് അബിയോട് പറയാണ് എല്ലാം സെറ്റായിട്ടുണ്ടെന്ന് പറയുന്നു. അങ്ങനെ ജലജയുടെ ഒക്കെ മുറിയിൽ നോക്കുമ്പോഴും അവർക്ക് കൃത്യമായിട്ട് കാണാട്ടോ ആ ഒരു സംഭവം. അങ്ങനെ നയന റൂമിലേക്ക് കയറി വന്നിട്ട് അവൾ ആ ഒരു സാധനം തപ്പുന്നുണ്ട്. തപ്പിയിട്ട് എങ്ങും കാണുന്നില്ല കേട്ടോ. പക്ഷെ ഞാൻ ഇവിടെ തന്നെ വെച്ച് കാണല്ലേ, ഇത് എവിടെ പോയെന്നാണ് അവൾ തപ്പുന്നുണ്ട്. പെട്ടെന്ന് അവൾ ജനൽ തുറന്നവൾ താഴേക്കൊക്കെ നോക്കുമ്പോഴാണ് ആ ഒരു ആക്രിയുടെ കൂട്ടത്തിൽ ആ ഒരു സാധനം കിടക്കുന്നുണ്ടത്. ഇതെങ്ങനെ ഇവിടെ പോകുന്നത്? ഞാൻ ഈ ഒരു ടേബിളിൻ്റെ മുകളിൽ വെച്ചതാണല്ലോ, എങ്ങനെ താഴേക്ക് പോയി? എന്തായാലും ഇപ്പോൾ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് നയന അവിടെ നിന്ന് പതിയെ ഇറങ്ങിപ്പോകുന്നുണ്ട്. മുത്തശ്ശി ചോദിക്കുകയാണ് എങ്ങോട്ട് പോകാൻ മോളെന്ന് പറയുമ്പം മുത്തശ്ശി എൻ്റെ സാധനം താഴേക്ക് പോയിട്ടുണ്ട്, ഞാൻ പോയി എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് താഴേക്ക് പോവാണ്. അങ്ങനെ അവൾ പുറകു വശത്തേക്ക് പോയിട്ട് അതിങ്ങനെ എടുക്കാനായിട്ട് ആ ഒരു ഇതിൻ്റെ അടുത്തേക്ക് പോവാണ്. അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് അവളിങ്ങനെ എടുക്കുമ്പോഴേക്കും ആയിരിക്കും അവിടെ പാമ്പിനെ കാണുന്നത്. അവൾ പെട്ടെന്ന് വലിയ വായിൽ കാറുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവൾ പെട്ടെന്ന് ആ പാമ്പ് അവളുടെ അടുത്തേക്ക് വരികയും ബോധം കെട്ടുള്ള താഴേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ മുകളിൽ നിന്നുകൊണ്ട് ജലജയും അബിയും കാണുകയാണ്. അമ്മ ഇതേ പാമ്പ് അടുത്തേക്ക് വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബോധം കെട്ട് വീണ സ്ഥലത്തിൻ്റെ അടുത്തേക്ക് പാമ്പും ഇങ്ങനെ വരുമ്പോഴേക്കും അപ്പോൾ ഇവർക്ക് ജനലിംഗയും നോക്കുന്നതുകൊണ്ട് തന്നെ നയനടുത്തേക്ക് പാമ്പ് വരുന്നുണ്ട്, അവർ കാണുന്നുണ്ട്. സമാധാനമായി ഇവർ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ ബഹളം കേട്ടുകൊണ്ട് മുത്തശ്ശിയും വീട്ടിലുള്ള എല്ലാവരും തന്നെ നയനടുത്തേക്ക് ഓടി വരുന്നുണ്ട്. ഓടി വരുമ്പോഴേക്കും നയനടുത്ത് ഇങ്ങനെ പാമ്പ് നിൽക്കുന്നവർ എല്ലാവരും കാണുകയാണ്. അപ്പോഴേക്കും എല്ലാവരും പേടിച്ച് പോകുന്നുണ്ട്. എല്ലാവരും ഷൂ മാറിപ്പോകുന്നൊക്കെ എല്ലാവരും പറഞ്ഞ് പേടിച്ച് നിൽക്കുമ്പോഴേക്കും മുത്തശ്ശൻ അങ്ങോട്ടേക്ക് വന്നിട്ട് എല്ലാവരും മാറി നിൽക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു വടി എടുക്കുന്നുണ്ട്. വടി എടുത്തിട്ട് ആ പാമ്പിനെ ഇങ്ങനെ തൂക്കി എടുത്തിട്ട് അവനിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ കളയുന്നുണ്ട്. അപ്പോഴേക്കും മണി പറയാണ് മുത്തശ്ശി അത് ഉഗ്ര വിഷമുള്ള പാമ്പായിരുന്നു, ആരെയും വിളിച്ചെടുപ്പിച്ചാൽ മതിയായിരുന്നല്ലോ. അത് മാത്രമല്ല എത്രയും പെട്ടെന്ന് അതിപ്പം നമ്മുടെ തൊട്ടടുത്തുള്ള പറമ്പിൽ തന്നെയുണ്ട്, എങ്ങനെയെങ്കിലും തിരിച്ചത് കയറി വരാൻ സാധ്യത ഉണ്ടെന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട് നീ പെട്ടെന്ന് തന്നെ ഫോറസ്റ്റിലേക്ക് അവരെ വിളിച്ചിട്ട് പാമ്പുടുത്തക്കാരെ വിളിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ പറയുമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അയ്യോ എൻ്റെ നയനമൊക്കെ എന്ത് പറ്റിയെന്ന് ചോദിച്ചിട്ട് ജാനകിയും ചെറിയമ്മയൊക്കെ കൂടി വന്നിട്ട് നോക്കുന്നുണ്ട്. ഇനി എന്തെങ്കിലും അബദ്ധം സംഭവിച്ചു കാണുമോ, എൻ്റെ ഈശ്വര സംഭവിക്കാൻ പാടില്ല സംഭവിച്ചു എന്നൊക്കെ ചോദിച്ച് മുത്തശ്ശീനെ കരയാണ്. നയനയുടെ കാലൊക്കെ പെട്ടെന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തന്നെ എല്ലാവരോടും വന്നിട്ട് നയനേനെ വണ്ടിയിൽ ഇങ്ങനെ കയറ്റി കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അനിയാണ് വിളിച്ച് ആ ഫോറസ്റ്റോട് വന്ന് പാമ്പിനെ പിടിച്ചുകൊണ്ട് പോകാൻ പറയുന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ അബി വിളിച്ചിട്ട് അയാളോട് വന്നിട്ട് പിടിച്ചുകൊണ്ട് പോകാൻ പറയുന്നുണ്ട്. അങ്ങനെ അയാൾ പെട്ടെന്ന് പറമ്പിലേക്ക് വരുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്ത് തന്നെ അനി വിളിച്ചിട്ട് ആദർശനോട് പറയുന്നുണ്ട് ചേച്ചി ഇതുപോലെ പാമ്പ് കടിച്ചു, ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാന്ന് പറയുമ്പോഴേക്കും ആദർശം ഒന്ന് ഞെട്ടുന്നുണ്ട്. എന്താ നീ പറയുന്നേ, അവിടെ എവിടെ നിന്ന് വരാനാന്ന് ചോദിക്കുമ്പോൾ ചേട്ടാ മൂലയ്ക്ക് ആക്രി കൂട്ടി കിടന്നില്ലേ, അവിടെ അടുത്ത് ചേച്ചി എന്തോ സാധനം എടുക്കാൻ പോയതാ, ഞങ്ങളിപ്പോൾ ബോധം കിട്ടി കിടക്കായിരുന്നു, മുത്തച്ഛൻ ആ പാമ്പിനെ എടുത്ത് അടുത്തുള്ള പറമ്പിലേക്ക് എറിഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ വീട്ടിലുള്ള എല്ലാവരും തന്നെ പോവാണ് കേട്ടോ നയനയും കൂട്ടിക്കൊണ്ട്. അബി മാത്രം അവിടെ നിൽക്കുകയാണ്. അപ്പോഴേക്കും അബി
അവിടെ നിന്ന് മുകളിൽ നോക്കുമ്പോഴേക്കും അയാൾ വന്നിട്ട് ആ പാമ്പിനെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പം പാമ്പിനെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അതിനുശേഷം അഭി സമാധാനമായെന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജലജ പറയാണ് എന്തായാലും സമാധാനമായി, അവൾക്ക് കടിയേറ്റുള്ളത് ഒരു ഉറപ്പാണ്, അവൾ ബോധം കിട്ടുന്നുണ്ടല്ലോ, എന്തായാലും ആശ്രയിച്ചില്ലതിന് മുമ്പ് തന്നെ അവൾ തീർന്നിരിക്കുമെന്ന് ജലജ പറയുന്നുണ്ട്. അങ്ങനെ അബിയും അവളും പ്ലാൻ ചെയ്ത പോലെ അവരിങ്ങനെ താഴേക്ക് ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴേക്കും അവിടെ ദേവേന ഇരിപ്പുണ്ട്. ജലജ ചോദിക്കുകയാണ് എന്താ ഏട്ടത്തി കൂടെ പോയില്ലേന്ന് ചോദിക്കുകയാണ്. ഓ ഞാൻ കൂടെ പോയില്ല, എനിക്കൊരു വല്ലായ്മ പോലെ എന്ന് പറയുമ്പോഴേക്കും എന്താ ഏട്ടത്തി സ്വന്തം മരുമകളല്ലേ, എന്തായാലും ഞാൻ ആശ്രയിലേക്ക് പോവാം, വീട്ടിലൊക്കെ അപകടം പറ്റുമ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നതെന്നൊക്കെ ജലജ ചോദിച്ച് അവളൊന്ന് ഇളക്കി വിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ താൻ പോയില്ലെങ്കിൽ അത് സംശയമാവുമെന്ന് കരുതിയിട്ടാണ് ജലജ പോകുന്നത്. ജലജ പോകാൻ തുടങ്ങുമ്പോഴേക്കും ദേവേനി പറയാണ് എങ്കിലും ഞാൻ കൂടെ വരാം, ഇവിടെ മീനാക്ഷിയോടല്ലേ വീട് നോക്കാൻ എന്ന് പറഞ്ഞിട്ട് അവളും കൂടെ വണ്ടിയിൽ കയറി പോകുന്നുണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് നയനെ എത്തിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആദർശും അപ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് ഓടിപ്പിടിച്ച് വരുന്നുണ്ട്. നടന്ന സംഭവങ്ങളൊക്കെ ഒരു ഡോക്ടറോട് പറയാണ്. ആദർശ് ഓടുന്നിട്ട് മുത്തശ്ശ എന്താ പറ്റിയേ, എനിക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോഴേക്കും മോനെ നടന്ന സംഭവങ്ങളൊക്കെ അനി പറഞ്ഞതല്ലേ, മോൾക്ക് ഇതുവരെ ബോധം വന്നിട്ടില്ല ആവത്താന്ന് പറയുമ്പോഴേക്കും എനിക്ക് നാനെ കാണണമെന്ന് പറഞ്ഞിട്ട് ആദർശ് വാശി പിടിച്ച് അകത്തേക്ക് ഐസിയുവിനകത്തേക്ക് കയറി ചെല്ലുന്നുണ്ട്. അപ്പോഴേക്കും ഡോക്ടറൊക്കെ അവളെ എക്സാമിൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. എന്താ ഡോക്ടർ നാനയ്ക്ക് എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒന്നുകൂടെ ഒന്ന് എക്സാമിൻ ചെയ്യണം, ആദർശ് ഒന്ന് വെളിയിൽ നിൽക്കുന്നൊക്കെ പറഞ്ഞിട്ട് ആദർശ് പോകാൻ തയ്യാറാവുന്നില്ല. അങ്ങനെ ആദർശ് നയനയ്ക്ക് ഇങ്ങനെ നെറ്റിക്കൊരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്, നയന എന്നൊക്കെ വിളിച്ചിട്ട്. അങ്ങനെ ആദർശ് പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞ് വന്നിട്ട് ഡോക്ടർ പറയാണ് ആരും പേടിക്കേണ്ട, നയനയ്ക്ക് ഒരു കുഴപ്പം പറ്റിയിട്ടില്ല, നയൻ്റെ ദേഹത്ത് എവിടെയും തന്നെ ആ ഒരു പാമ്പ് കടിച്ചതിനായിട്ടുള്ള പ്രിൻസ് ഇല്ല. അതുപോലെ തന്നെ ഞങ്ങളുടെ ബോഡി ഫുള്ള് ചെക്ക് ചെയ്ത് നോക്കി, ബ്ലഡ് സാമ്പിൾസ് എല്ലാം എടുത്ത് നോക്കി, പാമ്പിനെ കണ്ട ഷോക്കിൽ നയനെ ബോധം കിട്ട് വീണതാണ്, അല്ലാതെ അവൾക്ക് കടിയേറ്റിട്ടൊന്നും ഇല്ലയെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും എല്ലാവരും ഈശ്വര നന്ദി എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഈശ്വരന്മാരെ വിളിക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും അവളത് കണ്ട് ബോധം കിട്ട് വീണതാണ്, അല്ലാതെ ഒന്നും അവളെ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോഴേക്കും മുത്തശ്ശൻ എല്ലാവരും വന്ന് കാണുമ്പോഴും അടുത്തിങ്ങനെ അത് നിൽക്കുന്നേ ഉള്ളായിരുന്നു, അല്ലാതെ നയനെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോഴേക്കും ജലജയും അബിയും ഞെട്ടിപ്പോവാണ്. അവർ പരസ്പരം മുഖത്തോടെ മുഖം നോക്കുന്നുണ്ട്. മാറ്റി നിർത്തിയിട്ട് ജലജ ചോദിക്കുകയാണ് ഇവളെ എന്താണ് പാമ്പിന് പോലും വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അവൾ പറയാണ് ഓ അവള് ഈശ്വരന്മാരെയൊക്കെ കുറേ പൂജിക്കുന്നതല്ലേ, സർപ്പങ്ങളൊക്കെ പൂജിക്കുന്നതല്ലേ, അതുകൊണ്ടായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിനെ വന്ന് അങ്ങനെ പിടിച്ചോണ്ട് പോകാൻ ചോദിക്കുമ്പോൾ പിടിച്ചോണ്ട് പോയിട്ടുണ്ടാമോ എന്ന് പറയുന്നുണ്ട്. ആ പ്ലാന് പൊളിഞ്ഞല്ലോ, ഇനി എന്താ ചെയ്യേണ്ടത്, ഇനി ഇവളെ കൊല്ലാൻ വേറെ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുകയാണ്. തൽക്കാലം നമുക്കിങ്ങനെ മാറുന്ന സംസാരിക്കേണ്ട, അതെല്ലാവരും സംശയം മാത്രം, ഇതിന് പേരിൽ എന്തായാലും ഡീപ്പായിട്ടുള്ള അന്വേഷണം ഉണ്ടാവും, നമ്മൾ ഒന്ന് സെൻറ്റി അടിച്ച് നിൽക്കുന്നതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവ ഈ ജലജയും കൂട്ടി അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അങ്ങനെ എല്ലാവരും അകത്ത് കയറി നയനെ കണ്ടോളാൻ പറയുമ്പോൾ നയനെ അകത്ത് കയറി കാണുന്നുണ്ട്. എന്നിട്ട് എന്തിനാ മോളെ ഇപ്പം അങ്ങോട്ടേക്ക് പോയെന്ന് മുത്തശ്ശൻ ചോദിക്കുമ്പം എൻ്റെ ടേബിളിൽ നിന്ന് സാധനം താഴേക്ക് പോയിട്ടുണ്ട്, അതെങ്ങനെ പോയെന്ന് എനിക്കറിയില്ല, താഴെ കിടന്നുണ്ട് എടുക്കാൻ ഞാൻ പോയതാ. മുത്തശ്ശി പറയുന്നുണ്ട് മോള് പറഞ്ഞത് ശരിയാ, മോള് പോകുന്ന വഴിക്ക് എന്നോട് പറഞ്ഞതാ എൻ്റെ അത് താഴെ പോയി ഞാൻ പോയി എടുത്തിട്ട് വരാമെന്ന്. അങ്ങനെയുള്ള താഴേക്ക് പോകുന്നത് കണ്ട് പോയിട്ട് പെട്ടെന്ന് വാന്നും പറഞ്ഞ് ഞാൻ വിട്ടതാ. അങ്ങനെ സൗണ്ട് കേട്ട് പോയി നോക്കിയപ്പോൾ ആ മോള് ബോധം കെട്ട് കിടക്കുന്ന കണ്ടേന്ന് പറയുന്നുണ്ട്. നയനെ പറയാണ് ആ സാധനം എടുക്കാൻ വേണ്ടി ഞാനിങ്ങനെ കുനിഞ്ഞ സമയത്ത് ആ ഒരു ആക്രിയുടെ കടിയിൽ നിന്നും അതിങ്ങനെ ഇറങ്ങി വരുന്നത് കണ്ട പാടെ ഞാൻ ഷോക്കായി പോയി, പെട്ടെന്ന് തന്നെ എനിക്ക് എന്തോ പോലെ തോന്നി തലയിറങ്ങി താഴെ പോകുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഓ ഞങ്ങളെല്ലാവരും പേടിച്ചു പോയി മോളെ, മോക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്നോർത്തെന്നൊക്കെ പറയുന്നുണ്ട്. ഈശ്വരൻ രക്ഷിച്ചതാ, നമുക്ക് സർപ്പക്കാവിൽ പോയി എന്ന് തൊഴുത് പ്രാർത്ഥിക്കണം, കുറച്ച് കർമ്മങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കേസ് അന്വേഷണമൊക്കെ ആദർശം നടത്തുന്നുണ്ട്. അബിനെ പിടിക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യുന്നതായിരിക്കും. മിസ്സായിരിക്കാൻ